യുദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. എന്തിന് ശോകം വ്യഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ദൃഢം സഞ്ചിതം ത്വങ്മാംസ രക്താസ്തി കൊണ്ടിടോ. നിശ്ചേഷ്ട കാഷ്ട തുല്യം ദേഹമൊക്കെ നീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ. ഇല്ലാ ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായത് നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലത് കേവലം. സ്ത്രീ പുരുഷ ക്ലീപ ഭേദങ്ങളുമില്ല താപശീലാദിയും ഇല്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയന വേനാകാശ തുല്യനേ നരേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തന്ത് ദുഃഖത്തിന് കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോട് അശി ചോദിച്ചതു പിന്നെയും. നിഷ്ഠേഷ്ട കാഷ്ട തുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായത് ജീവനും. ദുഃഖ സുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്നെ. രഹസ്യമായുള്ളത് കേൾക്ക നീ. യാതൊരളവ് ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ൂക്കിൽ മിഥ്യാഭൂതമായ സംസാരവും വാക്കതാനേ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവാനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നയാ സ്വപ്നേ യഥാതഥ സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ. നൂനമാനാദ്യ വിദ്യാബന്ധകേതുനാ താനമഹങ്കൃതിക്കാശു തൽക്കാര്യമായി. സംസാരമുണ്ടാമപാത്തകമായതും സംസാരമോരാകരോഷാദിസങ്കുലം. മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മാമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മാന സ്ഥൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രജ്ഞന ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യം ഉണ്ടാകയാൽ എത്തും ആത്മാവിന് സംസാരവും വരാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തത്സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ വശത്വം കലർന്നത് ഭാവിക്ക കൊണ്ട് സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൽ ദൃഷ്ട്വാതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ. ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവേഗേന ജീവൻ ബലാലെങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അനുമാനാദ്യ വിദ്യാവശം പ്രാപിച്ചു. ഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ കടീയന്ത്രവത്സദാ. മായാബലത്താലതാർക്കൊഴിക്കാമെടോ. യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സത്സംഗതി ജപിച്ചിടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിന്. പുനരപ്പോളവൻ മതി മദ്വിഷയാ ദൃഢം. ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ നമ ശുദ്ധസ്വരൂപവിജ്ഞാനവും ജായതേ സൽഗുരുനാഥ പ്രസാദേന മാനസേ. മുഖ്യവാക്യാർത്ഥവിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനഃപ്രാണാദികളിൽ നിന്നകന്ത വേറൊന്ന് നൂനമാത്മാവിത്. സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപം നിഷ്കളം നിർഗുണം. യുദ്ധമറിയുമ്പോൾ മുക്തനാം എപ്പോഴേ. സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ. ചേതസി സംസാര ദുഃഖം അവനില്ല നീയും മയാ പ്രോക്തമൂർത്തു വിശുദ്ധയായി. മായാ വിമോഹം കളകമനോഹരേ. കർമ്മബന്ധത്തിങ്കിൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്കിൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്ന് താപമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം. ശ്രീരാമവാക്യമാനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ.
ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാത്മബോധേന ജീവൻ മുക്തയായതാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കക്ഷണം സംഗമം മാത്രേണ ധാരയും. ഭക്തി മുഴുത്തിട്ട അനാദിബന്ധം തീർന്ന് മുക്തയായ ഒരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞത് സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ട് വിജ്ഞാനമോടതി സ്വസ്ഥനായാന്തുലവും.